വീണ്ടും സ്വാഗതം. മനസ്സ് എന്ന വിഷയത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയിരിക്കുന്നു. മനസ്സും ശാസ്ത്രവും. മനസ്സിൻ്റെ ശാസ്ത്രം എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? മനസ്സിൻ്റെ ശാസ്ത്രം ശാസ്ത്രമാകണമെങ്കിൽ മറ്റ് ശാസ്ത്രങ്ങളെ പോലെ തന്നെ പരീക്ഷണ നിരീക്ഷണത്തിൽ കൂടെ കൃത്യത പുലർത്തുന്നതായിരിക്കണം. ഏത് വിഷയങ്ങളും ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ തെളിവുകൾ വേണം, പ്രൂഫ് വേണം. അത് കൃത്യമായിരിക്കണം. ഒന്നിൽ കൂടുതൽ വ്യക്തികൾ അല്ലെങ്കിൽ സംഘടനകൾ അവയെ പരിശോധിച്ച് മനുഷ്യന് ജീവിതത്തിന് ആവശ്യമാണ്, യാഥാർത്ഥ്യമാണെന്ന് കൺഫേംഡായി ചെയ്യുന്നതാണ് ശാസ്ത്രീയത. തെളിവുകളില്ലാത്തത് വെറുതെ ശാസ്ത്രമാകരുത്. ഗൗളിശാസ്ത്രം എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ശാസ്ത്രീയമായ അടിത്തറയോ തെളിവുകളില്ല. അപ്പം മനസ്സും ശാസ്ത്രവും, അതാണ് സൈക്കോളജിയിൽ തന്നെ പാരാസൈക്കോളജിയുണ്ട്, പാരാനോർമൽ സൈക്കോളജിയുണ്ട്. വിവരപരമായ സൈക്കോളജി നിലവിൽ ലോകത്താകമാനം വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ ഫിനാൻഷ്യൽ സൈക്കോളജി, റിലീജിയസ് സൈക്കോളജി, അങ്ങനെ പലതരത്തിലുള്ള റിലീജിയസ് സൈക്കോളജിയാണ് എൻ്റെ പഠന വിഷയം. അങ്ങനെ അതിലൊന്നാണ് സൈക്കോളജിയിൽ തന്നെ പാരാസൈക്കോളജി, പാരാനോർമൽ സൈക്കോളജിയുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ ശാസ്ത്രം, അതിനെക്കുറിച്ച് മനുഷ്യ മനസ്സിനെക്കുറിച്ചുള്ള ആധികാരികവും ശാസ്ത്രീയമായി പഠിക്കുന്നതാണ് ഈ ശാസ്ത്രഭാഗം. ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചതാണ് ബോംബെങ്കിലും അനുവാദം കൊടുത്താലും ഇല്ലെങ്കിലും ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നത് കാരണം അത് ശാസ്ത്രത്തിൻ്റെ പാതയിൽ അനുസ്യൂതം തുടരുന്ന ഒരു പ്രക്രിയയാണ്. തത്വങ്ങളും നിയമങ്ങളും പ്രയോഗിക്കുമ്പോൾ അവയുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തിൻ്റെ ഗതികൾ ചിലത് മാറുന്നുണ്ട്. മുൻകാലങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടുപിടിച്ച പല ശാസ്ത്ര സത്യങ്ങളും പിന്നീടുണ്ടായ ശാസ്ത്രീയ പരീക്ഷണ നിരീക്ഷണത്തിൽ കൂടെ ചിലത് അബദ്ധമാണെന്ന് തെറ്റായെന്ന് മനസ്സിലാക്കി തിരുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മുടെ ശാസ്ത്രീയ കാര്യങ്ങൾ, ഇന്നത്തെ വികസിതമായ ഈ 2025 നമ്മുടെ ലോകം അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ കണ്ടെത്തിയ ചരിത്രങ്ങളും യാഥാർത്ഥ്യങ്ങളും ചിലപ്പോൾ മാറാം. എല്ലാവരും മനുഷ്യന് കണ്ടുപിടിക്കാൻ കഴിയില്ല. മനസ്സിനെ കുറിച്ചാണല്ലോ നമ്മുടെ പഠനം. മനുഷ്യന് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ്. മറ്റൊന്ന് ഉപബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡ്. ഒന്ന് ബോധ മനസ്സും രണ്ട് ഉപബോധ മനസ്സും. എല്ലാ വ്യക്തികളിലും വിവിധ കഴിവുകളും അടങ്ങിയിട്ടുണ്ട്. ഉപബോധ മനസ്സിൽ നിന്നാണ് പക, പിണക്കം, വൈരാഗ്യം മുതലായവയുടെ ഉടലെടുക്കുന്നത്. അതിനാൽ ഉപബോധ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഉത്തമനാകും. അതായത് സെൽഫ് കോൺഫിഡൻസ് പോലെ തന്നെ തൻ്റെ ബോധ മനസ്സിൽ ഉണ്ടാകുന്ന സ്വഭാവങ്ങൾ, തെറ്റുകൾ, ഒരാളെ ആക്രമിക്കാൻ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. ആ വികാരത്തെ എനിക്ക് സ്വയം നിർത്തുവാനും സ്വയം പ്രകടിപ്പിക്കാനും കഴിയും. അതാണ് മാനസിക പക്വത എന്ന് പറയുന്നത്. ബോധ മനസ്സും ഉപബോധ മനസ്സും ഉണ്ട്. അതിനാൽ പ്രത്യേകം ആർജിക്കേണ്ടതായ ആവശ്യമില്ല. എന്നാൽ ആ കഴിവ് എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് നാം തന്നെയാണ് തീരുമാനിക്കുന്നത്. നന്മയിലേക്ക് തിന്മയിൽ, നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുണ്ടാകുന്ന വികാര വിചാരങ്ങളെ അത് നാം സ്വയം ചിന്തിച്ച് രൂപപ്പെടുത്താനും ഗുണത്തിനും ദോഷത്തിനും വരുത്താൻ കഴിയും. അപ്പോൾ ബോധ മനസ്സ് ഉപബോധ മനസ്സിലുണ്ട്. ബോധ മനസ്സിൽ പകലും അല്ലെങ്കിൽ നാം ഉണർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബോധ മനസ്സിനെ റിയാക്ട് ചെയ്യുന്നതും, അതിൽ നമ്മുടെ മെമ്മറി എന്നാണ് അതിന് പറയുന്നത്. മെമ്മറിയിലേക്ക് ഫീഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിലും മൊബൈലിലൊക്കെ മെമ്മറിയിൽ സേവ് ചെയ്തിട്ട് ആവശ്യാനുസരണം നാം എടുക്കുന്നത് പോലെ മനുഷ്യ മനസ്സിൻ്റെ ഉപബോധ മനസ്സും ബോധ മനസ്സുമുണ്ട്. നിങ്ങൾ തുറന്നുമുള്ള മനസ്സുള്ളവനും പുതിയ ആശയങ്ങളെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നതിനുമാണെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനായി ഒരുക്കപ്പെടും. മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. നേരിടാൻ പോകുന്ന ഓരോ പ്രശ്നത്തിലുള്ള പരിഹാരവും ആ ഫലത്തിൻ്റെ എഫക്റ്റ് കാരണവും ആവും അവനവൻ തന്നെ ഉപബോധ മനസ്സ് സ്വയം കണ്ടെത്തും. ഇപ്പോൾ ഒരു ആയുധം ധരിച്ച ഒരാൾ എന്നെ ആക്രമിക്കാൻ, അല്ലെങ്കിൽ ഒരു വന്യമൃഗം ആക്രമിക്കാൻ വരുമ്പോൾ അത് ഓടിപ്പോകണമോ ഇല്ലെങ്കിൽ മനോധൈര്യത്തിൽ അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണോ എന്ന് ചിന്തിക്കേണ്ടത് ഓരോ വ്യക്തികളാണ്.
ഓടിപ്പോകാനാണ് നിന്റെ ഉപബോധ മനസ്സ് പറയുന്നത്. ഓടിപ്പോവുക, രക്ഷപ്പെടാൻ നമ്മുടെ ഉപബോധ മനസ്സിൽ പ്രേരണ വന്ന് രക്ഷപ്പെടുക, മരത്തെ കയറുക, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക. എന്നാൽ എനിക്കിതൊന്നും വിഷയമല്ല, ചാകട്ടെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ അതിലേക്ക് വശംവദരാക്കുന്നതാണ്. അതുകൊണ്ട് മനസ്സിന്റെ രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് ബോധ മനസ്സും മറ്റൊന്ന് ഉപബോധ മനസ്സും. കോൺഷ്യസ് മൈൻഡ്, സുബോധമുള്ള മനസ്സും. അൺകോൺഷ്യസ്, എനിക്കൊന്നും പ്രശ്നമില്ല, ചാകുന്നെങ്കിൽ ചാകട്ടെ, അതാ പറഞ്ഞ ഉദാഹരണം പറഞ്ഞാകട്ടെ. അപ്പോൾ നമ്മുടെ മനസ്സിനെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, രൂപപ്പെടുത്തുന്നതും പരുവപ്പെടുത്തുന്നതുമാണ്. നമ്മുടെ ഉപബോധ മനസ്സ് ഒരു തത്വമാണ്, അതായത് മനസ്സിലെ നിയമം വിശ്വാസത്തിന്റെ നിയമമാണ്. അതായത് അതുപോലെ വിശ്വാസവും മനസ്സിന്റെ ചിന്തയാണ്. നമ്മുടെ മനസ്സിൽ എന്താണോ നാം ചിന്തിക്കുന്നത് അതിനനുസൃതമായി പോകുക. നെഗറ്റീവാണെങ്കിൽ വീണ്ടും പറയുന്ന അതേ പോകുന്നു. അതുകൊണ്ടാണ് വിശ്വാസം എന്നത് വ്യക്തിപരവും ഉപദേശം എന്നത് ദൈവികമാകാൻ കാരണം. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഒരു പരസ്യമാണ് കല്യാൺ ജുവലറിയുടെ. വിശ്വാസം അതല്ലേ എല്ലാം സത്യമാണ്, ആപ്റ്റായ കാര്യമാണ്. അത് ആത്മീയമായാലും ശരി, ഭൗതികമായ ശരി, ഈ നമ്മുടെ ഭൗതികമായ വിഷയങ്ങളും അല്ലെങ്കിൽ ബിസിനസ് പരമായ കാര്യങ്ങളോ മെറ്റീരിയൽസ് എന്തുമാകട്ടെ, വ്യക്തിബന്ധങ്ങളാകട്ടെ, എന്തായാലും ശരി, അതൊരു വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. വിശ്വാസമാണ് എല്ലാം. ഒരുവൻ എന്ത് വിശ്വസിക്കുന്നുവോ അതിനനുസൃതമായി നമ്മുടെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് നന്മയാകും തിന്മയാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നമുക്കെല്ലാം മനസ്സുണ്ട്. മനസ്സിന് രണ്ട് ഘടകമുണ്ട്. മനസ്സ് പക്ഷെ ദൃശ്യമല്ലെങ്കിലും സാഹചര്യങ്ങളോട് അനുരൂപപ്പെട്ട് പഠിക്കാൻ, അതാണ് വിവേകം എന്ന് പറയുന്നത്. നാം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഞാൻ കുട്ടികളോട് ക്ലാസ് എടുക്കുമ്പോൾ പറയും, നിങ്ങളുടെ വീട്ടിൽ പപ്പായും മമ്മിയും കൊണ്ടുവരുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടക്കേട് ഇഷ്ടാനിഷ്ടങ്ങൾ പറഞ്ഞ് ജീവിക്കുമ്പോൾ നാളെ നിങ്ങൾ കുറച്ചുകൂടി വലുതായി ഹയർ സ്റ്റഡിക്ക് ഔട്ട് ഓഫ് കേരളയിലും മറ്റു രാജ്യങ്ങളിലും പഠനത്തിനും ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ കാലാവസ്ഥയുടെ മാറ്റം, അവിടുത്തെ കൾച്ചർ മാറ്റം, ഫുഡ് സ്റ്റൈൽ മാറും. ഈ മാറുന്ന സാഹചര്യത്തോട് അനുഭവപ്പെടാൻ കഴിയാത്ത എത്രയോ പേര്, എൻ്റെ കസിൻസ് ഉൾപ്പെടെ പല കുട്ടികളും അത് അവിടുത്തെ കോഴ്സൊക്കെ പഠിക്കാതെ ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് പോയിട്ടും തിരിച്ച് നാട്ടിൽ വന്നിട്ട് വേറെ കോഴ്സിന് പോയി പഠിക്കാനൊക്കെ കാരണമായത് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്താൻ കഴിയാത്ത പക്വതയില്ലായ്മയാണ്. ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കൂടെ പാടാൻ തോന്നുന്ന മനസ്സിൻ്റെ ഈ പ്രതിപ്രവർത്തനമാണ്. നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ തോട്ട്സ്, ഉപബോധ മനസ്സിന്റെ പ്രതിപ്രവർത്തനം വഴിയാണ് അനുഭവങ്ങൾ, സംഭവങ്ങൾ, നിയമങ്ങൾ എന്നിവ സൃഷ്ടിക്കപ്പെടുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരേ മാനസിക നിലവാരമാണെങ്കിൽ ഇവിടെ കോടതിയുടെ ആവശ്യമോ പോലീസ് സ്റ്റേഷന്റെ കാര്യമോ ഡിഫൻസിന്റെ കാര്യമോ ഒന്നിൻ്റെയോ നിയമങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും ഒരേ രീതിയിലാണെങ്കിൽ, എല്ലാവരും നെഗറ്റീവ് ചിന്തിക്കുന്നെങ്കിൽ ഒരു അവസ്ഥ, എല്ലാവരും പോസിറ്റീവായി ചിന്തിക്കുന്നെങ്കിൽ കലഹങ്ങളോ ക്ലാഷോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകുന്നില്ലല്ലോ. എല്ലാ ജനങ്ങളും സമാധാനത്തോടെ ജീവിക്കാനിടയാകും. അപ്പം നമ്മുടെ ചിന്തയെ പ്രവൃത്തിപരത്തിൽ എത്തിക്കുന്നതാണ് ഉപബോധ മനസ്സിന്റെ പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ റിയാക്ഷൻ എന്നത്. ചിന്ത എന്നത് ഉടൻ സംഭവിക്കാവുന്ന പ്രവൃത്തിയാണ്. അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ കൂടെ വസ്തുക്കളെ ശരിയായി അറിയുന്നതിന് പരിമിതികളുണ്ട്. ഇത് ഇല്ലെന്നോ ഉണ്ടെന്നോ വിശ്വസിക്കുന്നതിന് നമ്മുടെ മനസ്സ് അതുപോലെ ഒരുക്കിയെടുക്കണം. അപ്പോൾ മനസ്സിന്റെ രണ്ടാമത്തെ ഘടകമാണ് നിങ്ങൾ ഓർപ്പിച്ചത്. മനസ്സിന് രണ്ട് ഭാഗമുണ്ട്, മറക്കരുത്. കേൾക്കുക, ചിന്തിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.